ഹൈറേഞ്ചിലെ വിവിധ പള്ളികളുടെ കപ്പേളകൾക്ക് നേരെ ആക്രമണം. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് 7ഓളം കപ്പേളകളുടെ ചില്ലുകൾ എറിഞ്ഞു തകർത്തത്. ഓർത്തഡോക്സ്, കത്തോലിക്ക സഭകളുടെ കീഴിലുള്ള കപ്പേളകളാണ് നശിപ്പിച്ചവയിൽ ഏറെയും. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കപ്പേളകളുടെ ചില്ലുകൾ തകർത്ത സംഭവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പർദ്ധ വളർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണമെന്ന് UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. പുലർച്ചെ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളാണ് കപ്പേളകളുടെ ചില്ലുകൾ തകർത്ത വിവരം പുറത്തറിയിക്കുന്നത്. കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഇടുക്കി കവലയിലുള്ള കപ്പേളയുടെ ചില്ല് തകർത്തതാണ് ആദ്യം പുറത്തുവന്ന വിവരം. പിന്നാലെ നരിയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ 20 ഏക്കറിലെ കപ്പേള, സമീപത്തെ പോർസിംഗല കപ്പൂച്ചിൻ ആശ്രമത്തിന് മുമ്പിലെ ഗ്രോട്ടോ, പുളിയമല സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ 2 ഇടങ്ങളിലെ കപ്പേള, കമ്പമെട്ട്, മൂങ്കിപ്പള്ളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി, പഴയ കൊച്ചറ സെന്റ് ജോസഫ് സെന്റ് മേരീസ് പള്ളികൾ, ചേറ്റുകുഴി സെന്റ് മേരീസ് ദേവാലയം എന്നിവയുടെ കപ്പേളകളും എറിഞ്ഞു തകർത്തുവെന്ന് കണ്ടെത്തി. ഈ സാമൂഹ്യവിരുദ്ധരെ ഇപ്രകാരം ചെയ്ത സാമൂഹ്യവിരുദ്ധരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതിനുള്ളതായ ഒരു പ്രത്യാശയിൽ ആണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. വളരെ ഖേദകരമായ ഒരു സംഭവമാണ് ഇന്നലെ രാത്രിയിൽ ഇത്രയും പള്ളികളുടെ കുരിശുംതൊട്ടികളിൽ ഉണ്ടായത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. പുളിയമല അമല മനോഹരി കപ്പേളയുടെ ചില്ല് പുലർച്ചെ 1:15 ബൈക്കിലെത്തിയ ഒരാൾ എറിഞ്ഞുടയ്ക്കുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. എല്ലാ കപ്പേളകളും സമാനമായ രീതിയിൽ കല്ലുപയോഗിച്ചാണ് എറിഞ്ഞു തകർത്തിരിക്കുന്നത്. സംഭവത്തിൽ വിശ്വാസികൾ അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. നിലവിൽ CC ക്യാമറയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഒരു കോട്ടിട്ട ഒരു ബൈക്കുധാരിയായിട്ടുള്ള ഒരാള് ഇന്നലെ രാത്രിയുടെ മറവിൽ വന്ന് എറിയുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇത് അപ്പോൾ വളരെ ബോധപൂർവമായി തന്നെ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ഇത്തരത്തിൽ കുരിശുപള്ളിക്ക് നേരെയുള്ള ആക്രമണം നടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇലക്ഷന് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം തകർത്തുകൊണ്ട് ആളുകൾക്കിടയിൽ വലിയൊരു ഭിന്നത ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഈ കുൽസിത ശ്രമമാണ് ഈ ഹീനപ്രവൃത്തി ചെയ്ത ആളുകളുടെ മേൽ നിന്നുണ്ടായിരിക്കുന്നത്. വളരെ അടിയന്തരമായി ഈ കുറ്റവാളികളെ കണ്ടെത്തുകയും ഇവർക്കത് കർശനമായിട്ടുള്ള നിയമനടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. കപ്പേളകൾക്ക് സമീപത്തുള്ള കൂടുതൽ CCTVകൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്തുവാനുള്ള അന്വേഷണം ഊർജിതമാക്കുവാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതേസമയം ആരാധനാലയങ്ങളോടുള്ള അനാദരവ് വിശ്വാസികൾക്ക് സഹിക്കില്ലെന്ന് UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. കപ്പേളകളുടെ ചില്ലുകൾ തകർത്ത സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പർദ്ധ വളർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. ഈ സാമൂഹ്യവിരുദ്ധരെ കണ്ടുപിടിക്കുന്നതിനുള്ള നടപടികൾ പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും മേലിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. ഈ പ്രവണത തുടർന്നാൽ ആളുകളുടെ ഇടയിൽ വലിയ വൈരാഗ്യവും വിരോധവും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.